അമ്മയുടെ അടുത്ത് അത്രയ്ക്കൊന്നും കാശില്ലല്ലോ. പിന്നെ എവിടുന്ന് കിട്ടി? ഇത് ജോലി ചെയ്യുന്നിടത്ത് ഓണർ തന്നതാ. നിലക്കുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചപ്പോ ഓണർ ഉടനെ ഈ സ്കൂട്ടർ തന്ന് വെച്ചോന്ന് പറഞ്ഞു. അപ്പോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാവോ? അങ്ങനെയാ തോന്നുന്നു. അമ്മ സ്കൂട്ടർ ഓടിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ നടന്നു വരുന്നത് കാണാൻ രസമല്ലേ? അതൊന്നും അല്ല, സ്റ്റൈലായിട്ടുണ്ടെന്ന് പറഞ്ഞ. എന്റെ അമ്മ എപ്പോഴും സുന്ദരിയാ. അതൊരു സുന്ദരി കുട്ടിയാണല്ലോ പറയുന്നത്. ശരി, ടൈം ആയി പോ. ഇത് കയ്യിൽ പിടിക്കാമോ? ഞാൻ പിടിച്ചോളാം. അമ്മേ, നല്ല രസാണല്ലേ? കവിൻ, എന്ത് പറ്റിയടാ? എന്തിനാ നീ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്നോട്? എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നേ? അച്ഛനോട് നേരത്തെ വരാൻ പറഞ്ഞതല്ലേ, എന്താ ഇത്ര ലേറ്റ് ആയത്? ട്രാഫിക്കിൽ കുറച്ച് ലേറ്റ് ആയി പോയതല്ലേടാ. നീ എന്താന്ന് വെച്ചാ പറ. സ്കൂളിൽ എന്താ ഉണ്ടായെന്ന് അറിയാവോ? എന്താ ഉണ്ടായത്? എന്നെ ഒരു പെണ്ണ് മലയാള സാറിനെ കൊണ്ട് ചീത്ത കേൾപ്പിച്ച്. അത്രേ ഉള്ള? ഞാൻ വേറെ എന്തോ ആണെന്ന് കരുതി പേടിച്ചു പോയി. അച്ഛാ, അച്ഛനത് പ്രശ്നമായിട്ട് തോന്നുന്നില്ല? അതൊന്നും ഇല്ലടാ. ഞാനിത് വലിയ സംഭവമാണെന്ന് കരുതി പേടിച്ചു പേടിച്ച വണ്ടി ഓടിച്ചു വന്നത് നിനക്കറിയോ? ഇതെനിക്ക് വലിയ പ്രശ്നം തന്നെ അച്ഛാ. ഞാൻ സ്കൂളിൽ നല്ല കുട്ടിയായിട്ട് നടന്നതല്ലേ. ഇന്നെല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുവായിരുന്നു അച്ഛാ. എല്ലാ പെണ്ണ് തന്നാ. എല്ലാരും നിന്നെ നോക്കി ചിരിക്കാൻ മാത്രം എന്താടാ പെണ്ണ് ചെയ്തത് മോനെ? ഞാൻ സ്കൂളിൽ നല്ല കുട്ടിയായിട്ട് നടന്നതല്ലേ. ഇന്നെല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുവായിരുന്നു അച്ഛാ. എല്ലാ പെണ്ണ് തന്നാ. എല്ലാരും നിന്നെ നോക്കി ചിരിക്കാൻ മാത്രം എന്താടാ പെണ്ണ് ചെയ്തത് മോനെ? ഇത് താഴെ കടന്ന് കിട്ടിയതാ, എന്താന്നറിയില്ല. എങ്ങനെയാടാ പെണ്ണിന്റെ കയ്യിൽ കിട്ടിയത്? അവള് ചോക്ലേറ്റ് തന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ അവള് തൈലത്തിന്റെ കുപ്പി എടുത്തോണ്ട് പോയി സാറിന്റെ കയ്യിൽ കൊടുത്തത്. നീ പഠിച്ച പദ്യങ്ങള് കാണാപ്പടം ചൊല്ലിക്കേ. തുപ്പാക്കി തുപ്പാക്കി കത്തി ഭൈരവ. അച്ഛനും എന്നെ നോക്കി ശരിടാ, ശരി. സോറി. ഇനി ഞാൻ ചിരിക്കില്ല. എന്നാലും നീ ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നല്ലേ? അതെ അച്ഛാ. ഇത്രയും പ്ലാൻ ചെയ്യാനെടുത്ത സമയം കൊണ്ട് നിനക്കൊരു 5 പദ്യമെങ്കിലും പഠിക്കാറുന്നില്ലടാ. കരയാതെ. എന്തിനാണ് നീ ഇങ്ങനെ വാവിട്ട് കരയുന്നേ? അച്ഛാ, അച്ഛൻ എന്റെ സൈഡ് സംസാരിക്കാറേ ഇല്ലപ്പാ. ഐ ഹേറ്റ് യു. അല്ലടാ, നിന്റെ അച്ഛൻ നിനക്ക് തന്നെ എപ്പോഴും ഫേവർ. നീ ചെയ്ത് തന്നെ ശരി. ആ പെണ്ണിന്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ ഒരു ദിവസം ആ പെണ്ണിനെ വിളിച്ച് വാൺ ചെയ്തോളാം. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോ. ഞാൻ അപ്സെറ്റ് ആണ് അച്ഛാ. എനിക്ക് വല്ലാതെ വിശക്കണം അച്ഛാ. എനിക്ക് എന്തെങ്കിലും ഭക്ഷണം അയ്യോ, എന്റെ ചക്കരക്കുട്ടന് ഞാൻ വാങ്ങിച്ചു തരത്തില്ലടാ. നീ വാ. ചിക്കൻ ഫ്രൈയോ കുഴിമന്തിയോ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു തരാം. വാ അച്ഛാ, ഒന്ന് വേഗം പോ അച്ഛാ. പൊക്കോണ്ടിരിക്കല്ലടാ.